തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടി. പ്രതി ഇന്ന് നിർണായകമായ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവരുടെ പരിചയക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അവരിൽ ചിലർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അതിനെ ക്ഷണിച്ചു വരുത്തിയതാണ് ഈ മരണം എന്നതടക്കമുള്ള പ്രതികരണമാണ് നാട്ടുകാർ നടത്തിയിരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക് പോറ്റി പറഞ്ഞില്ല. അതുകൊണ്ട് പോലീസുകാർ വന്നപ്പോഴാണ് ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇത് ഒരു കൊല്ലം കൊണ്ടൊക്കെ ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആർക്കും അറിയത്തില്ലേ. പോറ്റിയെ പെണ്ണെ ആരും കൂടെ നോക്കാറുമില്ല. കാര്യം പോറ്റിയെ കാണുന്ന പോലെ പെൺകുട്ടിയെ കാണുന്നത്. നല്ല രീതിയിലാണ് എല്ലാവരും സഹകരിച്ചത്. അല്ല വേറെ ഒരു കാര്യം അവരെ പറ്റി പറയാനില്ല. ക്ഷണിച്ചു വരുത്തിയ മരണം അത് അവിടെ ആരുടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിവിടെ വളഞ്ഞിട്ട് ഇതിനെ പോലീസ് പിടിച്ചു. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് എത്ര ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. 100 കൂടുതൽ ആൾക്കാർ കൂടെ കാത്തിട്ടു ഈ മരണം കൊണ്ടുവരണം. പ്രതിയെ ഇന്ന് കൊണ്ടുവരുന്നത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? പ്രതിയെ കൊണ്ടുവരുന്ന പ്രതിയുടെ ഒരു ബന്ധു കൂടെ ഉണ്ട്. ഇന്ന് അവരെല്ലാം കൂടെ ബസ്സിൽ കൂടെ വന്ന് പ്രതിയുടെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ബസ് വന്നു. പോലീസ് സ്റ്റേഷനിലോട്ട് പോണ്. ഇവിടെ തെളിവെടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അവിടെ വന്നിട്ടേ ഇനി വരും. അങ്ങനെയാണ് എല്ലാവരും കൂടെ ഇവിടെ കൂടിയത്. ഇവിടെ എല്ലാവരും ഒരു 9 മണിയോട് എല്ലാം ഒരു 10-11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രതി ഇപ്പം എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പം പ്രതി ഇവിടെ എവിടെയാണുള്ളതെന്ന് അറിയില്ല. ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം മാത്രമേ അറിയാം. അല്ലാതെ പോലീസ് ഇനി കൊണ്ടുവന്നില്ല എന്നുള്ളതെന്ന് അറിയില്ല. പ്രതി കഴിഞ്ഞ ദിവസം വിഷം കഴിച്ചിരുന്നു. അത് വിഷം കഴിച്ചെന്ന് പറയണം. അതിൻ്റെ റിസൾട്ടൊന്നും വന്നില്ലല്ലേ. വന്നതിലെ അതിനെപ്പറ്റി അറിയാവും. ഈ പുള്ളി ഇവിടെ ഈ കട ഉള്ളപ്പോൾ ഒരു 3-5 ദിവസം ഇവിടെ രാവിലെ ചായ കുടിക്കാൻ പറ്റുമായിരുന്നു ഈ പുള്ളി. അപ്പോൾ ഞാൻ ഈ കടയിൽ ചോദിക്കാൻ ചെയ്ത് എവിടെ നിന്നൊരു പുതിയൊരു പുള്ളിയാണല്ലോ നമ്മളിവിടുത്തെ. കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡെയിലി രാവിലെ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് പുള്ളി വെച്ച് പോകും. ഞങ്ങളങ്ങ് പോകും. അപ്പോൾ ഞാൻ ചോദിക്കാൻ അത് പെരുമാറിൽ നിന്ന് വന്നതാണ്. ഇവരെ ചായ എൻ്റെ ചായ എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഡെയിലി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. ഈ ഇവിടെ തട്ടാണ്. അവർ സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഇപ്പോൾ കട അടച്ചിട്ട് ഇപ്പോൾ ഒരു 8 ദിവസമായി. അത് വയ്യാത്തോണ്ട് അടക്കത്. അല്ലെ അവരിവിടെ ഉണ്ടാവും. ഞാൻ രാവിലെ ഇവിടെ ഒരു 6-6:30 മണിയാകുമ്പോൾ ഇവിടെ വരും. 6-6:30 മണിയാകുമ്പം വരും. 7-8 മണി വരെ ഇവിടെ ഞാൻ ഇവിടെ കാണാം. അതിൻ്റെ ജോലിക്ക് പോകുന്നവരെ ഇവിടെ കാണാം. ഇവിടെ തന്നെ ചായ. ഏതാണ്ട് എത്ര കാലവും ഞാൻ ഒരു 3-4 ദിവസം കൊണ്ടാണ് കാണുന്നത്. ഞാൻ 4 ദിവസം കൊണ്ട് ചെറുതെ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് പെരുമാറുള്ളതാണ് ചായ കുടിക്കാൻ പറ്റാണ്. ഇതേ അവർ പറഞ്ഞു. അവർക്കല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഈ 8 മണി കഴിഞ്ഞാൽ നമ്മുടെ ചായ തീരും. പുള്ളി ഇങ്ങനെ ഇരുന്ന് അങ്ങ് ഉറങ്ങും. അവിടെ അവർക്ക് അങ്ങനെ വലിയ നടക്കാൻ പോയി. കാലിലൊക്കെ ഇതായിരുന്നു. എപ്പോഴായിരുന്നു അയാളെ കണ്ടത്? രാവിലെയാണോ വൈകുന്നേരം? രാവിലെ. വൈകിട്ടും നമ്മൾ കണ്ടിട്ടില്ല. രാവിലെ ഈ വരുന്ന സമയത്താണ് ഈ പുള്ളി ഇവിടെ ചായ കുടിക്കുന്നത്. ഞാൻ വരപ്പോഴത്തേക്ക് അപ്പോൾ പുറത്തുനിന്ന് ഒരാളെന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ വന്നപ്പോൾ കണ്ടു. ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത ആള്. അപ്പോൾ പറഞ്ഞ് പെരുമാറുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചായ കുടിക്കാനാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും പോയി. പിന്നെ ടി വിയിൽ കണ്ടപ്പോൾ ആള് അത് തന്നെ. TV കണ്ടപ്പോൾ അതേ ആള് തന്നെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായ ഈ ആളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇയാൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ 4 ദിവസം തുടരെ കണ്ടു. 4 ദിവസം കണ്ടോ? അത് അതിന് മുമ്പേ ഞാൻ കണ്ടില്ല. 3-4 ദിവസം ഞാൻ ഇവിടെ നമ്മൾ കണ്ടു. അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രതി കുറച്ച് വിവരങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് വീടിനകത്ത് കടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ പത്രത്തിൽ വായിച്ചേ അറിയുള്ളൂ. ഇവിടെ ഇവർ വരുമെന്ന് ചോദിച്ചു ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു. ഇതുവരെ അവരെത്തിയിട്ടില്ല. അങ്ങനെ ആളുകൾ കൂടി നിന്ന് അവരൊക്കെ പിരിഞ്ഞു പോയി. ഇനി അത് പോറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പോറ്റി ഇവിടെ നല്ല മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഇതിനെ കെട്ടിക്കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ് ഇപ്പോഴാണ് തോന്നുന്നത്. മനസ്സിലായി. അത് വെഞ്ഞാറോട്ട് ആലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അവിടെ കൊണ്ടുപോയി പ്രേതം അടക്കി എന്നല്ലാതെ അവന് മറ്റു പോറ്റിയെക്കുറിച്ച് തെറ്റായ ഒരു വാക്ക് നമുക്ക് പറയാനില്ല. ഈ സംഭവ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, സംഭവ ദിവസം ഞാനവിടെ വന്നിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ സംഭവം അറിഞ്ഞത്. ഞാൻ ഇവിടെ അല്ല താമസം. ഇവിടുത്തുകാരനാണെങ്കിലും
ഇപ്പോൾ ഇവിടെ താമസം 10-20 കൊല്ലം ഇവിടെയല്ല പെരുങ്ങുഴിയിലാണ്. അതിദാരുണമായൊരു സംഭവമായിപ്പോയല്ലേ. അത് സംശയമില്ലാത്ത കാര്യം. ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യവും പോറ്റി കൈവഴി ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനിങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യ എൻ്റെ ഒരു ചിന്ത ഏതിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. വാട്സപ്പ് വഴിയാണ് ഇത് ഇങ്ങനെ നടന്നിട്ടുള്ളതെന്നും പറയുന്നു. ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിലാണ് പത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കൊന്നും പറയാൻ വേറൊന്നും ഇല്ല. പോറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനാണ്. ഇവിടെ വന്നിട്ട് 16 കഴിഞ്ഞ് 16 വയസ്സിലൂടെ വന്നതാണ്. നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങളുമായിട്ട് എല്ലാ സൗഹൃദ സംഭാഷണം തന്നെയാണ്. ഇവിടെ മാത്രമല്ല വെളിയിലുള്ളവരും വന്നാൽ നല്ല രീതിയിൽ കാണുന്നത് പോറ്റിയാണ്. മാത്രമല്ല ഈ ഒരു വീട് ഇത്രയും റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വീടാണ്. എന്നിട്ട് പോലും പ്രതി ഇപ്പോഴും 3-4 ആളോ അതിനകത്തോ ഇതിനകത്തോ തിണ്ണയിലോ ഒക്കെ കാണുന്നതാണ്. അന്ന് ഞാനിതിലേ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പയ്യൻ മാത്രം നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഈ സാധനം അവനെ വരട്ടാറുണ്ട്. നീ എന്താ സാധനം ഈ കാണിക്കുന്ന എടുത്തില്ല എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ല. അപ്പോൾ അത് അവന് ഒന്നും അറിയില്ല. ചോദിച്ചാലൊന്നും പറയാനൊന്നും അങ്ങനെ അറിയില്ല. അതുകൊണ്ട് ഞാനങ്ങ് പോയി തിരിച്ചു വന്നപ്പോൾ കടക്കാരൻ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇന്നാണക്കാണ് സംഭവിച്ചത്, പോറ്റി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാണ് സംസാരിച്ചത്. അകത്തോട്ടൊന്നും പോയില്ല. പ്രേതം കണ്ടത് ഇവിടെ ആംബുലൻസിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത്. തിരിച്ച് അവരുടെ വീട്ടിൽ പോയി അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് തീ കത്തിച്ചതിന് ശേഷമാണ് ചുളി തീ കത്തിച്ചതിന് ശേഷമാണ് വന്നത്. അത്രമാത്രം. എനിക്ക് നേരത്തെ ഒരു സംഭവം പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ അതിരെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അതെ, സംശയമില്ലാത്ത കാര്യമാണ്. അതിലും വേറൊരു കാര്യമുണ്ട്. പോറ്റി പറഞ്ഞാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരോട് പറയുന്ന കേട്ടതാണ്. ഇങ്ങനെ എന്നെ 2 ഭാഗത്തു നിന്നും ഭീഷണിപ്പെടുത്തി ഞാൻ ആകെ അന്തം വിട്ടുപോയി എന്നുള്ളതാണ് പോറ്റി പറഞ്ഞത്. അങ്ങനെ ഒരാൾ പറഞ്ഞ് ഞാനിവിടെ ആത്മഹത്യ ചെയ്യുമെന്ന്, സ്വന്തം ഭാര്യ. മറ്റവൻ പറഞ്ഞ് നിന്നെ ഞാൻ കൊന്നിട്ട് പോകുമെന്ന് പറഞ്ഞു എന്ന് പോറ്റി പറഞ്ഞതായിട്ടാണ് നമുക്കറിവ്. അല്ല മറ്റൊന്നും അറിയില്ല. പോറ്റി ഒരു ശുദ്ധനാണ് ആള്. അത്ര ആ ഒരു മനസ്സിൻ്റെ സ്വഭാവത്തിന് പറ്റിയ ഒരു സ്ത്രീ അല്ല ഇത്. പക്ഷേ ഇത്രയും നിഗൂഢമായ രീതിയിൽ രഹസ്യമായിട്ട് ഇതൊക്കെ നടന്നു എന്ന് പറയുന്നതിൽ പോറ്റി ഒരു തെറ്റും പറഞ്ഞു. പക്ഷേ പോറ്റി അറിഞ്ഞിട്ട് വെളിയിൽ പറയാൻ പറ്റാത്ത ഒരു ഘട്ടം രണ്ടുപേരും കൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോറ്റി പറഞ്ഞിട്ടില്ല. അതേ ഉള്ളൂ. ആ സമയത്ത് ആ ഘട്ടം നിൽക്കുന്നത് ഞാൻ കണ്ടത്. പക്ഷേ നമുക്ക് അങ്ങ് തെറ്റിക്കാൻ പറ്റൂല. എൻ്റെ വണ്ടി ഇവൻ ഞാൻ അങ്ങനെ ഇതേകുമായിട്ട് താഴെ ഒരു പോസ്റ്റുണ്ട്. എൻ്റെ അമ്മാവിക്ക് ഒരു പോസ്റ്റുണ്ട്. അത് എടുത്തിടാൻ വേണ്ടി ഈ നിന്ന ബിനുവിനെ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന സമയത്ത് നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇവരെയും വിളിച്ചുകൊണ്ട് ഞാൻ വേറൊരു പണിയുണ്ടായിരുന്നു, ചെറിയൊരു പണിയാണ്. അതും ചെയ്തിട്ട് അത് വേണമെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതും ചെയ്തിട്ട് വരുമ്പോഴത്തേന് ഇവിടുന്ന് ഇവരെല്ലാം കൊണ്ടുവന്ന് കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട്. അത് ആ തെങ്ങിൽ ഇടിച്ചിട്ടാണ് ആ പോകുന്നത്. അതുവരെ കണ്ടുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ച് വല്ല കള്ളാലോ അതിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഞാനും കച്ചവടം ചെയ്യും, ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വിചാരിച്ച് അത് സ്വാഭാവികമല്ല, ആർക്കും പറ്റുന്ന. അങ്ങനെ വിചാരിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും അന്ന് ഈ കൊലപാതകം നടത്തിയ ശേഷം ആതിരയുടെ സ്കൂട്ടറും കൊണ്ടാണ് പ്രതി കാണുന്നത്. അത് നമ്പർ നോക്കാൻ എനിക്ക് വ്യത്യാസം വേണ്ടേ. പക്ഷേ നമുക്ക് ഈ പോറ്റിയായ നിത്യപൂജ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രതി പോകണം നമ്മൾ ഒരു മനസ്സിൽ പോലും ചിന്തിച്ചില്ല. അപ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞ ശേഷം എന്തായിരുന്നു തോന്നിയത്? അവനെ എന്താണെന്ന് ഞാൻ കടക്കായിട്ട് കാണുന്നു. എൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്, വെളിയിൽ പറയാൻ കൊണ്ട്. ഇത്രയും നേരം ആൾക്കാരെല്ലാം ഇവിടെ ഒരു 10:30 മണിക്ക് ഈ പ്രതിയെ ഇവിടെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിന്ന്, പക്ഷെ ഉപദ്രവിക്കാനൊന്നുമല്ല, പ്രതിയെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ പ്രതിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പ്രതിയെ കൊണ്ടുവന്നില്ല. അപ്പം വേറെ അന്വേഷിച്ചവൻ പറഞ്ഞ് എന്താ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് എപ്പോഴെങ്കിലും കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ ഇനി പുള്ളിയെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയിലായിരിക്കും ചിലപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് വൈകിട്ടേ കൊണ്ടുവരുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും കൊണ്ടുവരും, ഏതൊരു സമയത്ത് കൊണ്ടുവരുന്നത് ആൾക്കാർക്ക് പ്രതിയെ കാണണം. ഇവൻ എവിടെ നിന്ന് ഈ കൊല്ലക്കാരനെന്ന് പറയുന്നത്, പക്ഷെ കൊല്ലക്കാരൻ താമസിക്കുന്നത് ഇപ്പം എറണാകുളത്ത് നിന്നല്ലേ പറയുന്നത്. അവൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ കൊല ചെയ്യണമെങ്കിൽ അവൻ ഏത് രീതിക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കൊല ഇവിടെ ഒരുപാട് ജനക്കൂട്ടങ്ങളുള്ളതാണ്. പക്ഷെ അന്ന്
ഇവിടെ ആൾക്കാരില്ലായിരുന്നു. അവൻ വന്ന് ചെയ്തിട്ട് അവൻ ഇവിടുത്തെ ആ ലേഡീസിൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് തന്നെ അവൻ കടന്നു കളഞ്ഞ് എന്നിട്ട് ചെറിയ കീഴ് ഉപേക്ഷിച്ചിട്ട് അവൻ ട്രെയിൻ കയറി പോയെന്ന് പറഞ്ഞു. ഇന്നലെ കോട്ടയത്തിട്ട് പിടിച്ചെന്ന് പറയുന്നു. അപ്പം പ്രതിയെ കിട്ടിയപ്പം എല്ലാവർക്കും അവനെ കണ്ടുകൊള്ളാൻ വയ്യാതെ നിൽക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇവിടെ തെളിവെടുപ്പിനെ കൊണ്ടുവരണമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇതിൽ നമുക്ക് വേറൊന്നും പറയാനും ഇല്ല. ഇങ്ങനെ ഒരു ദയനീയമായിട്ടുള്ള ഒരു സംഭവം നടന്നതിൽ എല്ലാവർക്കും ഇവിടെ വിഷമമുണ്ട്. സ്ത്രീയെ പറ്റി ആരും അങ്ങനെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല. അതുപോലെ പൂജാരിയുടെ ഭാര്യയും കൂടെ അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ചിന്താഗതിയെ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഈ സ്ത്രീ പോയെന്നുള്ളൊരു ചിന്താഗതി ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ പൂജാരിയെ പോലെ നമ്മൾ നല്ലൊരു മനുഷ്യരാണ് കേട്ടോ. ഇവിടുത്തെ പൂജാരിയെ 10-25 കൊല്ലത്തിന് പുറത്തായെന്നാണ് പറയണത് ഇവിടെ വന്നിട്ട്. അല്ലാതെ പുള്ളിക്കാരാക്കും ഒരു ഉപദ്രവക്കാരനൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി. പിന്നെ നമുക്ക് നല്ല ബന്ധമാണ്. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോറ്റിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ അവരായിട്ട് നല്ല പരിചയമാണ്. സംഭവം പറയാൻ കാരണം ഈ ചേച്ചിയെ കൂടെ കിട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു 8-10 വർഷത്തിനകത്തേ ആവുള്ളൂ. അവരുടെ കല്യാണ ഓട്ടത്തിന് വണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? കല്യാണത്തിന് ഞാനാണ് വണ്ടി വിട്ടുകൊടുക്കുന്നതും ഞാൻ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ആൾക്കാരായ കൊണ്ടുപോകാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ തന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഇവരെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുത്തതാണ്. അപ്പം അന്ന് മുതൽ ഈ ചേച്ചിയായിട്ടും നല്ല പരിചയമാണ്. അല്ലാത്ത രീതിയിൽ ഇപ്പം ഇങ്ങനെ സംഭവം നേരത്തെ നമ്മളെ കാണുമ്പം എന്താണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പോറ്റിയായിട്ടുള്ള ഒരു ബന്ധത്തില്ലേ വേറെ ഒരു അല്ലാത്ത രീതിയിൽ നമുക്ക് ആ സ്ത്രീയെ പറ്റി ഒന്നും പറയാനില്ല. നല്ലൊരു മര്യാദയാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയത് എങ്ങനെയാണ് നമുക്കറിയത്തില്ല. അത് മാത്രമല്ല ഈ അന്ന് ഒരുപാട് പേര് പറഞ്ഞതാണ് ഇങ്ങനൊരു ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ പ്രതിരോധിച്ചേനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിരോധം അല്ലേ? അല്ല, അങ്ങനെ പോറ്റിയുടെ ഭാര്യയെ പോറ്റിനപ്പം ഇത് സംഭവം നടന്നതിന് ശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ട്. അപ്പം പോലീസുകാരായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ പോലീസുകാരായിട്ട് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും മോനും തൂങ്ങിച്ചെത്തുള്ളത്. ഇത് എനിക്ക് നാണക്കേടിനൊരു അഭിമാനമായിട്ട് മാറും. അതുകൊണ്ട് ഞാനിത് ഒതുക്കി തീർത്തോളാം എന്നാണ് പറഞ്ഞപ്പം പോറ്റി അതിനേക്ക് അങ്ങ് വഴങ്ങി. അത് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ കൊച്ചിനെ 8:30-ക്ക് 8:40 ഇവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് സ്കൂൾ വരേണ്ടി വരും. അതിൽ കയറ്റി വിടും. അത് കഴിഞ്ഞിട്ട് പോറ്റി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ ആൾ പിന്നെ കാണാനില്ല. പിന്നെ പോറ്റി പൂജയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പം പോറ്റിയുടെ ഭാര്യ ഇങ്ങനെ ഔഷധയിൽ കിടക്കുന്നതാണ് കണ്ടതെന്ന് പറയുന്നത്. അത് മാത്രമല്ല അതിസമർത്ഥനായ ഒരു കൊലയാളി എന്നുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. രാവിലെ 6:30 മുതൽ ഈ പരിസരത്തൊക്കെ കറങ്ങി തിരിഞ്ഞ്. പക്ഷെ അങ്ങനെ ഈ പറയാൻ പോലെ ശരിയാണ്. അങ്ങനെ ഇവിടെ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഇവിടെ ഉള്ള പയ്യന്മാർ ഇവിടുത്തെ നാട്ടുകാരായിട്ട് വളഞ്ഞിട്ട് പിടിച്ചനെ ഇപ്പം പിടിച്ച് സ്റ്റേഷനിൽ ലഭിക്കുകയും ചെയ്തതിനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പോറ്റിയുടെ ഭാര്യ പോറ്റിയിട്ട് ഇങ്ങനെ ഒരു സൂചന കൊടുത്തപ്പം പോറ്റി അത് വെളിയിൽ വിടണ്ട, ഒതുക്കി തീർക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ കൊല്ലുമെന്ന് വിചാരിച്ചില്ലല്ലോ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ഒരു സംഭാഷണം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. പക്ഷെ 11:45 വന്നപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വണ്ടിയുണ്ട്. ഞാൻ വണ്ടിയും കൊണ്ട് ഓട്ടത്തിൽ കിടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ സംഭവിച്ചു, പോറ്റിയുടെ ഭാര്യ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയെന്നാണ് ഞാനും ആലോചിച്ചത്. പിന്നെ എനിക്കതിൽ പറയാനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഞാനത് ഒരു ഔഷധ പോലെ ആയിപ്പോയി.